Hi friends, welcome to our channel Key on Fire. QSAT and PVQs are let us continue with that thing. Okay, next question is a body starts from rest. Okay, note the point, this rest and with a velocity, okay, with a uniform acceleration of 10 meter per second. Our uniform acceleration and 10 meter per second square for 5 seconds. So first 5 seconds 10 meter per second square acceleration body move. It moves with uniform velocity. Next it is uniform velocity. അതിനുശേഷം അത് യൂണിഫോം വെലോസിറ്റിയിലാണ് പിന്നെ അങ്ങോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. The total distance travelled by the body is. ക്വസ്റ്റ്യനിൽ എന്തോ ഒരു by the body. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബോഡി അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? ഓക്കെ 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 ഇതിൻ്റെ ഇടയ്ക്കൊരു ഗ്യാപ്പ് ഉണ്ട് ഫോർ 5 സെക്കൻഡ്സ്. അത് കഴിഞ്ഞിട്ട് ഡ്യൂറിങ് ഞാൻ ഇവിടെ എഴുതുകയാണ് ഡ്യൂറിങ്, അതില്ലാതെ എങ്ങനെ കണ്ടുപിടിക്കും? ഡ്യൂറിങ് ദ നെക്സ്റ്റ് 10 സെക്കൻഡ്സ് ഇറ്റ് മൂവ്സ് വിത്ത് യൂണിഫോം യൂണിഫോം വെലോ. ആദ്യത്തെ 5 seconds this moves with a uniform acceleration of 10 meter per second square and for 5 seconds. Next 10 seconds അത് യൂണിഫോം വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ ബോഡിയാണ് ചോദിച്ചേക്കുന്നത്. സോ സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് വി നോ ഇറ്റ് ഈസ് u is equal to 0. പിന്നെ ആക്സലറേഷൻ തന്നിട്ടുണ്ട് 10 meter per second square. ടൈം is given as 5 seconds. So you know the basic equation of our s is equal distance is equal to ut plus half at square. So substituting that one, u is 0, so this term becomes 0. So s is equal to distance covered in first 5 seconds, it is half into a is what, 10, and t square is 5 into 5. അപ്പോൾ 5 അല്ലേ, 25 125. ഫസ്റ്റ് 5 സെക്കൻഡ്സിൽ അത് 125 മീറ്ററാണ് കവർ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് 10 സെക്കൻഡ്സ്, അടുത്ത ടൈം എത്രയാണ്? നെക്സ്റ്റ് ടൈം ഈസ് 10 സെക്കൻഡ്സ്. അത് യൂണിഫോം വെലോസിറ്റി. യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഈ 5 സെക്കൻഡ്സ് കഴിഞ്ഞിട്ട് എന്താണോ ഒരു വെലോസിറ്റി വരുന്നത് ആ സെയിം വെലോസിറ്റിയിലാണ് അത് നെക്സ്റ്റ് 10 സെക്കൻഡ്സ് ട്രാവൽ ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ നിന്ന് നമുക്ക് വെലോസിറ്റിയും കൂടെ കണ്ടുപിടിക്കണം. വെലോസിറ്റി ഇക്വേഷൻ നമുക്കറിയാം, എന്ത്? വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈസ് ഈക്വൽ ടു 2as. വി സ്ക്വയർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. യു സ്ക്വയർ ഈസ് 0. ഇതിൻ്റെ കേസിലാണ് പറയുന്നത് യു സ്ക്വയർ ഈസ് 0. ഇവിടെ എന്ത് പറ്റും? 2 into a ഈസ് വാട്ട്, 10. ഡിസ്റ്റൻസ് നമുക്ക് കിട്ടി 125. സോ യു ക്യാൻ ഫൈൻഡ് ദിസ് വൺ. വി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 into 10 into 125. അപ്പോൾ സോ വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 into 10 ഞാൻ എഴുതുവാണ്, സ്പ്ലിറ്റ് ചെയ്ത് 5 into 2 125, 5 into 5 into 5 അല്ല 25 125. സോ യു ടേക്ക് ഒരു 2 പുറത്തെടുക്കാം, 2 5 പുറത്തെടുക്കാം അല്ലേ. 5 into 5 5 25, 5 25 25 into 5. അപ്പോൾ 50 meter per second ആണ് എന്ത്? ഈ യൂണിഫോം വെലോസിറ്റി. ഇതിൻ്റെ ഫൈനൽ വെലോസിറ്റി ഫസ്റ്റ് എത്രയാണ് പറഞ്ഞേക്കുന്നത്? ഫസ്റ്റ് 125 മീറ്റേഴ്സ് കഴിയുമ്പം, അതായത് ഫസ്റ്റ് 5 സെക്കൻഡ്സ് കഴിയുമ്പം ഇനിഷ്യൽ വെലോസിറ്റി വാസ് 0. ഫൈനൽ വെലോസിറ്റി എത്രയാണ്? 50 meter per second. അപ്പോൾ നെക്സ്റ്റ് 10 സെക്കൻഡ്സിൽ ഇത് എന്തിലാണ്? ഈ സെയിം വെലോസിറ്റി, അപ്പോൾ ആക്സലറേഷൻ ഇല്ല, സെയിം യൂണിഫോം വെലോസിറ്റിയിലാണ് ഇത് നെക്സ്റ്റ് 10 മീറ്റർ ട്രാവൽ ചെയ്യുന്നത്. സോ ദെയർ വെലോസിറ്റി എത്രയാണ്? വെലോസിറ്റി ഈസ് 50 meters. ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. 10 മീറ്റർ അല്ല, 10 സെക്കൻഡ്സ്. ടൈം നമുക്കറിയാം 10 സെക്കൻഡ്സ്. ടൈമും വെലോസിറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് ദി ഡിസ്റ്റൻസ് അല്ലേ. എന്താണ്? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. സോ നെക്സ്റ്റ് distance is equal to velocity into time. So what is the velocity here? 50. Time എത്രയാ? 10. So that means 500 meters. അപ്പോൾ നെക്സ്റ്റ് 10 സെക്കൻഡ്സിൽ ഇത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 500 meters. സോ ഫസ്റ്റ് 125, നെക്സ്റ്റ് 500. സോ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദിസ് ബോഡി. ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ഇൻ എത്ര? 5 സെക്കൻഡും 10 സെക്കൻഡും ടോട്ടൽ 15 സെക്കൻഡ്സിൽ കവർ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 625 മീറ്റർ. സോ 500 പ്ലസ് ഫസ്റ്റിലത്തെ 125. ഫസ്റ്റ് നമുക്ക് 125 മീറ്റർ കിട്ടി, ഇപ്പം നമുക്ക് 500 മീറ്റർ കിട്ടി. രണ്ടും ആഡ് ചെയ്യുക, യു വിൽ ഗെറ്റ് ദ ആൻസർ 625. സോ ദിസ് ഈസ് എ പ്രോബ്ലം വിത്ത് ദിസ് ക്യൂസാറ്റ്. കാരണം ക്യൂസാറ്റിൻ്റെ മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം 125 കിട്ടും, 125 കിട്ടും. ഉടനെ നമ്മൾ അത് ആ
ആ ആൻസറും ഈ ഓപ്ഷനിലുണ്ട്. അതാണ് പ്രശ്നം. ചിലപ്പോൾ 500 കിട്ടും, ഓർമ്മയില്ലാതെ അത് ചെയ്യും. ആക്ച്വലി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കിട്ടുന്ന 625 ആണ്. നമ്മുടെ കീമിലെ പ്രശ്നം എന്ന് വെച്ചാൽ, കീമിലെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ഓപ്ഷൻ ഉണ്ടാവും. അതിനകത്ത് നിന്ന് എങ്ങനെയും 3 ഓപ്ഷൻ ഒരുമാതിരി സാധനം പഠിച്ചവർക്ക് ആ 3 ഓപ്ഷൻ ഒഴിവാക്കാൻ പറ്റും. ബാക്കി 2 കൺഫ്യൂഷൻ ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ കറക്കി കുത്തുന്നവർക്കാണെങ്കിൽ പോലും ആ 2 ഏതെങ്കിലും ഒന്ന് 50-50 ചാൻസിൽ കുത്താം. ബട്ട് ഹിയർ ദ പ്രോബ്ലം ഈസ്, ഈ പറയുന്ന 3 ആൻസറും ഉണ്ട്. നമുക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതാണെന്ന് കരുതി വേഗം എഴുതിപ്പോകും. സോ അതുകൊണ്ട് ബി കെയർഫുൾ വിത്ത് യുവർ ഓപ്ഷൻസ്. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന എന്താണെന്ന് ഒന്ന് ശ്രദ്ധിച്ചിട്ട് മാത്രം യു ഹാവ് ടു ആൻസർ. ഓക്കെ, സോ ഇങ്ങനെ മാതിരിയുള്ള ടെസ്റ്റസ് ഉണ്ടാകും. ഇങ്ങനെയുള്ളതാണ് ഈ ക്യുസാറ്റിൻ്റെ പ്രത്യേകത. കാരണം ഒരു സ്റ്റെപ്പും കൂടെ കീം കഴിഞ്ഞ് ഒരു സ്കീമിൽ മിക്കവാറും either they will ask this thing or they will ask this thing. ഇതിൽ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ചോദിക്കും. സോ ടൈം എനിക്കും കൃത്യമായി അറിയത്തില്ല എന്തുമാത്രം ടൈം എടുക്കുന്ന ടൈം. ഐ തിങ്ക് യു വിൽ ഗെറ്റ് ദ ടൈം. ബട്ട് ഇങ്ങനെയുള്ള 2 സ്റ്റെപ്പ് ഒരു നെക്സ്റ്റ് ലെവൽ 2 ക്വസ്റ്റ്യൻസ് ആണ്. കീം ലെവൽ 1 ആണെങ്കിൽ ദിസ് വൺ കംസ് ആസ് ലെവൽ 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ക്വിസാറ്റിൽ വരുന്നത്. സോ ബി കെയർഫുൾ അബൌട്ട് ദ ഓപ്ഷൻസ് ഓൾസോ. എന്തുവാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതെന്ന് കൃത്യമായി നോക്കിയിട്ട് വായിച്ചിട്ട് മാത്രം ആൻസർ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഡയമീറ്റർ ഓഫ് എ സർക്കിൾ ഈസ് 2.486 meters. Its area with due respect to significant figure is given, pi is given as 3.142. So we know that area of circle is equal to pi by 4 into d square. So pi is given as 3.142 divided by 4 into 2.486 square. So significant figure ആണ് ചോദിച്ചേക്കുന്നത്. So here the significant figure is 1 2 3 4. Here also 1 2 3 4. So in the answer we should get the 4 significant figure നമ്മുടെ ആൻസറിൽ ഉണ്ടാവണം. So multiplication, this thing is really complicated. നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. But simple way is go to options. First one എന്തായാലും 4 അല്ല, significant figure is 1 2 3 4 5 6 ഉണ്ട്. That you can avoid. Second one 1 2 3 4 5, that also you can avoid. This only 2 options are there. അപ്പോൾ ഈ 2 എണ്ണം ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിലെല്ലാം ഇത് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ദ ആൻസർ ഈസ് ഓൾമോസ്റ്റ് ഇതാണെന്ന് നമുക്ക് വിചാരിക്കാം. സോ ദ ആൻസർ ഈസ് ദിസ് വൺ. സോ 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്. കാരണം 584 ആണ്. അത് മൾട്ടിപ്ലൈ ചെയ്താലേ നമുക്ക് എക്സാക്ട്ലി എന്താണെന്ന് അറിയത്തുള്ളൂ. ഇഫ് യു വാണ്ട് യു ക്യാൻ ഡു മൾട്ടിപ്ലിക്കേഷൻ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിനകത്തുനിന്ന് ഒരെണ്ണം നമുക്കങ്ങ് സെലക്ട് ചെയ്യാം. ഓക്കെ, കാരണം കൂടുതൽ ഓപ്ഷനിൽ ഇതല്ലേ വന്നിരിക്കുന്നത്. സോ ആൻസർ ഈസ് ദിസ് വൺ. നെക്സ്റ്റ് ഈസ് എ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ. ഇൻ എ ടഗ് ഓഫ് വാർ കോൺടെസ്റ്റ് 2 men pull, ഒരു എല്ലാം കൂടെ ഉണ്ട് പുള്ളിന്. 2 men pull a horizontal rope from opposite side. The winner will be the man who. സാധാരണ വടംവലിക്ക് നമ്മൾ കുറേ ആൾക്കാരെ കാണുന്നുണ്ട്. ബട്ട് ഹിയർ 2 ആൾക്കാരുടെ കാര്യമാണ് പറഞ്ഞത്. 2 മനുഷ്യന്മാരെ വന്നിട്ട് നമ്മുടെ വടംവലി മത്സരം അതങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ് 2 സൈഡിൽ നിന്ന്. ആരായിരിക്കും ജയിക്കുന്നയാൾ? ഹൂ വിൽ വിൻ ദ ദിസ് കോൺടെസ്റ്റ്. അപ്പോൾ നമുക്കറിയാം ഇത് സാധനത്തിൽ എന്താ വരിക? ടെൻഷൻ ഈ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ നിന്ന് എഗെയിൻ ഹിയർ ഓൾസോ ടെൻഷൻ. അപ്പോൾ റോപ്പിൻ്റെ ടെൻഷൻ എപ്പോഴും സെയിം ആയിരിക്കും. സോ എക്സേർട്സ് ഗ്രേറ്റർ ഫോഴ്സ് ഓൺ റോപ്പ് അല്ല. സോ ദിസ് ഈസ് ദ ആൻസർ. എക്സേർട്ട് ഗ്രേറ്റർ ഫോഴ്സ് ഓൺ. ആരാണ് ഈ ഗ്രൗണ്ടിൽ ഏറ്റവും ഗ്രൗണ്ടിൽ നിന്നാണ് നമുക്ക് ഇതിനുള്ള പവർ കിട്ടുന്നത്. സോ ഗ്രൗണ്ടിൽ എത്രമാത്രം ഫോഴ്സ് ആര് എക്സേർട്ട് ചെയ്യുന്നോ അവരായിരിക്കും ഇതിൽ ജയിക്കുന്നത്. സോ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ചിലപ്പോൾ ഇങ്ങനെ വന്നാൽ ഇതേ മോഡൽ എങ്ങാനും വന്നാൽ. സോ ദിസ് ഈസ് ദ ആൻസർ. എക്സസ് ഗ്രൗണ്ടിൽ ഫോഴ്സ്. കാരണം ഈ റോപ്പിൻ്റെ ടെൻഷൻ എപ്പോഴും സെയിം ആയിരിക്കും. സോ വി കാൺ നമ്മൾ എന്തെങ്കിലും കൂടുതൽ ഫോഴ്സ് ടെൻഷൻ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് വിൽ അഗെയിൻ കൺവേർട്ടഡ് ഇൻ ടു ദാറ്റ് ടെൻഷൻ. ആ ടെൻഷൻ കാരണം അതിൻ്റെ ഇടയ്ക്ക് വേറെ ഒന്നും പോകാനില്ല, 2 പേരും ഉണ്ടല്ലോ. സോ ആരാണ് ഏറ്റവും നെക്സ്റ്റ് മേക്സ് എ സ്മോളർ ആംഗിൾ വിത്ത് വെർട്ടിക്കലായിട്ട് സ്മോളർ ആംഗിൾ. അല്ലെങ്കിൽ അത് അയാൾക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല. സ്മോളർ ആംഗിളൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കുമായിരിക്കും, ബട്ട് വലിക്കുമ്പോഴത്തേക്കും ആംഗിൾ കൂടുമല്ലോ. സോ ദാറ്റ് ഈസ് നോട്ട് ദ ആൻസർ. ആൻസർ ഈസ് എക്സർട്സ് ഗ്രേറ്റർ ഫോഴ്സ് ഓൺ ദി ഗ്രൗണ്ട്. ഫോഴ്സിൽ ആരാണ് ഏറ്റവും കൂടുതൽ പവറിൽ ഗ്രൗണ്ടിലേക്ക് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത്, ദാറ്റ് പേഴ്സൺ വിൽ വിൻ ദ കോൺടെസ്റ്റ്. ഓക്കെ, സോ ദാറ്റ് വാസ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ. ബട്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിനകത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് യൂണിറ്റ് ഓഫ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് ഈസ്. യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് യൂണിറ്റ് ആണ് ചോദിച്ചേക്കുന്നത്. സോ വി നോ ദാറ്റ് ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ബോഡി തമ്മിലുള്ള ഫോഴ്സാണ് Gm1 m2 by r². എർത്തിൻ്റെ കേസിലാണെങ്കിൽ ഇറ്റ് ബിക്കംസ് എന്താണ്? എർത്തിൻ്റെ മുകളിൽ Gmm by r². വാട്ട് എവർ മേ ബി ദ കേസ്. ഇവിടെ നമ്മൾ ഇതെടുക്കുവാണെങ്കിൽ G എന്ന് പറയുന്നത് എന്തായിട്ട് വരും? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ആണ് നമ്മളോട് ചോദിക്കുന്നത്. ജീൻ്റെ യൂണിറ്റ് ആണ് ചോദിച്ചേക്കുന്നത്. G എന്ന് പറയുന്നത് F into r² ഡിവൈഡഡ് ബൈ m1 m2. അപ്പോൾ എഫിൻ്റെ യൂണിറ്റ് നമുക്കറിയാം എന്താണ്? ന്യൂട്ടൺ. r² എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് ഫ്രം സെൻറ്റർ ഓഫ് ദ എർത്ത് ടു
സെൻറ്റർ ഓഫ് ദാറ്റ് പ്ലാനറ്റ് എന്താണെന്ന് വെച്ചാൽ അത്, അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് ബോഡി ആണെങ്കിൽ ഇഫ് ദീസ് ആർ ദ ടു ബോഡീസ് M1 M2 അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഈസ് r². സോ ഡിസ്റ്റൻസ് ഈസ് r. അപ്പോൾ അതുകൊണ്ട് ന്യൂട്ടൺ r² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മീറ്റർ സ്ക്വയർ ബൈ ഇത് രണ്ടും kg അല്ലേ, M1 kg M2 kg. സോ ഇറ്റ് ബിക്കംസ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ kg സ്ക്വയർ. ഓക്കെ, വാട്ട് ഈസ് ദ ഓപ്ഷൻ? ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ ഇസ് കറക്റ്റ് ആൻസർ, ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ kg സ്ക്വയർ. ഇതുവരെ നമുക്ക് ഡയമെൻഷനും ചോദിക്കാം. സോ ഇതൊന്നും അല്ല, യൂണിറ്റ്ലെസ് അല്ല. സോ ഈ ഇക്വേഷൻ നമുക്ക് ഓർമ്മയുണ്ടാവണം, F = gmm/r² or F = gm1m2/r². ദിസ് ഈസ് ഇൻ ദ കേസ് ഓഫ് എർത്ത്. ദിസ് ഈസ് ഇൻ ദ കേസ് ഓഫ് ഏതെങ്കിലും രണ്ട് ബോഡിയിലുള്ള എന്താണ് ഗ്രാവിറ്റേഷൻ അട്രാക്ഷൻ ഫോഴ്സ് ആണ് F = gmm/r². സോ ഇഫ് യു നോ ദാറ്റ് ഇക്വേഷൻ you can find the unit of gravitational constant. Next question. If S is the stress and Y is the Young's modulus, if S is the stress, Y is the Young's modulus of the material of a wire, then the energy stored in the wire per unit volume, energy stored in the wire per unit volume. So we എന്താണ് തന്നിരിക്കുന്നത്? Stress is given as S, Young's modulus. തന്നിരിക്കുന്നത് Young's modulus is given as Y. ഇനി energy stored in wire, in a stretched wire, stored in stretched wire എന്ന് പറയുന്നത് equal to half into stress into strain into volume. Okay, that is the energy that we know. ബട്ട് ഇവർ ചോദിച്ചേക്കുന്നത് എന്താണ്? എനർജി സ്റ്റോർഡ് ഇൻ ദ വയർ പെർ യൂണിറ്റ് വോളിയം. ഒരു വോളിയത്തിലുള്ള എനർജി മതി, യൂണിറ്റ് വോളിയത്തിലുള്ളത് മതി. സോ എനർജി പെർ യൂണിറ്റ് വോളിയം എന്ന് പറഞ്ഞാൽ ഇതങ്ങ് ഡിവൈഡ് ചെയ്ത് ഇത് വേണ്ട, വോളിയം ഇങ്ങോട്ട് എടുക്കുന്നു. ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ അത്രയും നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ. സോ ഇൻ ടേംസ് ഓഫ് എന്താണ് സ്ട്രെസ്സിൻ്റെയും യങ്സ് മോഡുലസിൻ്റെയും ടേംസിൽ വേണം നമുക്ക് എഴുതാൻ. സോ അപ്പം സ്ട്രെയിൻ എന്നുള്ളത് യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? യങ്സ് മോഡുലസ് ഈസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ. അപ്പോൾ സ്ട്രെയിൻ്റെ ടേംസിലാണ് നമ്മൾ സ്ട്രെസ്സിൻ്റെ ടേംസിലാണ് എഴുതേണ്ടത്. അപ്പോൾ സ്ട്രെയിൻ എന്ന് പറയുന്നിടത്ത് നമുക്ക് എന്ത് എഴുതാം? സ്ട്രെസ് ബൈ വൈ, യങ്സ് മോഡുലസ്. സ്ട്രെസ് ഇവിടെ തന്നിരിക്കുന്ന S എന്നാണ്, S/y എന്ന് എഴുതാം. എന്തിന്? ഈ നമ്മുടെ സ്ട്രെയിനിൻ്റെ കേസിൽ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു S/y എന്ന് നമുക്ക് എഴുതാം. സോ ഇതെങ്ങനെ എനർജി പെർ യൂണിറ്റ് വോളിയം എങ്ങനെ എഴുതും? ഹാഫ് ഇൻറ്റു സ്ട്രെസ് നമുക്കറിയാം, സ്ട്രെസ് ഈസ് ഗിവൺ ആസ് S. സ്ട്രെയിൻ എങ്ങനെ കിട്ടി? S/y. So answer is S²/2y is the answer, right answer. S²/2y option B is the right answer. So ഇങ്ങനത്തെ ക്വസ്റ്റൻ എന്തിനാ ചെയ്യിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ കാണാൻ നമ്മൾ കൺഫ്യൂഷനായി നമ്മൾ ചെയ്യാണ്ട് പോകും. ബട്ട് നമ്മൾ ഇതേമാതിരി ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ വേറെ എന്തെങ്കിലും വന്നാൽ പോലും നമുക്ക് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് വരും, അത് അറ്റംപ്റ്റ് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് വരും. ഇല്ലെങ്കിൽ ദിസ് ക്വസ്റ്റ്യൻ യു നോ ഇറ്റ് ഈസ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇഫ് യു നോ ദ എനർജി സ്റ്റോർഡ് ഇൻ ദ സ്ട്രെച്ച്ഡ് വയർ E = ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ ഇൻറ്റു വോളിയം തന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ഇത് അറിയാമെങ്കിൽ നമുക്ക് ചെയ്യാം. ബട്ട് ഇതേമാതിരി ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാത്ത ആളാണെങ്കിൽ ഇത് അറിയാമെങ്കിൽ പോലും നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. സോ ഇങ്ങനെ S² എന്തുവാ എന്നൊക്കെ ഓർത്തിരിക്കും. സോ യു ട്രൈ ടു അറ്റംപ്റ്റ് മോർ ആൻഡ് മോർ പ്രോബ്ലംസ്. അപ്പോൾ നമുക്ക് ഇത് തന്നെ വരണമെന്നൊന്നുമില്ല, ഇതേമാതിരി വേറെ എന്തെങ്കിലും വരുവാണെങ്കിൽ പോലും ഇഫ് യു നോ ദ ഇക്വേഷൻ ആൻഡ് ഇഫ് യു നോ ദ കൺസെപ്റ്റ് യു ക്യാൻ ഡു ദ പ്രോബ്ലം. ചെയ്തും കൂടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഈസിലി ഡു ദ പ്രോബ്ലംസ്. നെക്സ്റ്റ് പ്രോബ്ലം വെർനിയർ കാലിപ്പറിൻ്റെ പ്രോബ്ലമാണ്. A vernier calipers has its main scale of 10 centimeter. Main scale എന്തുണ്ട്? 10 centimeter. It is equally divided into 200 equal parts. അപ്പോൾ 10 സെൻറ്റിമീറ്ററിൻ്റെ വെർനിയർ ആണ്, അതിൽ 10 സെൻറ്റിമീറ്റേഴ്സ് ആണ് ഉള്ളത്, അതിൽ 200 ഡിവിഷൻസ് ആണ് ഉള്ളത്. ഇറ്റ്സ് വെർനിയർ സ്കെയിൽ ഓഫ് 25 ഡിവിഷൻസ് coincides with 12 mm on the main scale. The least count of the instrument ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ വെർനിയർ സ്കെയിൽ ഡിവിഷൻ എത്രയായിരിക്കും? 10 സെൻറ്റിമീറ്റർ ഉള്ളതിന് നമ്മൾ എന്ത് ചെയ്തു? 200 ഡിവിഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഒരെണ്ണത്തിൽ എന്തുണ്ടാവും? 10/200 0.0 വെട്ടി 1/2 0.05 എത്രയാണ് സെൻറ്റിമീറ്റേഴ്സാണ് ഒരു വെർനിയർ സ്കെയിൽ ഡിവിഷൻ്റെ റീഡിംഗ് എന്ന് പറയുന്നത്. 10 സെൻറ്റിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് 200 ഡിവിഷൻ ആയതുകൊണ്ട് 10/200 ആണ് വൺ വെർനിയർ സ്കെയിൽ ഡിവിഷൻ. ഇനി വെർനിയർ അല്ലല്ലോ,
മെയിൻ സ്കെയിൽ 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ മെയിൻ സ്കെയിൽ. ഇനി വെർനിയർ പറഞ്ഞേക്കുന്നത് എത്ര? 1 വെർനിയർ സ്കെയിൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ എവിടെയാണ് കോയിൻസൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 12 mm ഓഫ് ദ മെയിൻ സ്കെയിൽ, വെർനിയറിൻ്റെ 25 ഡിവിഷൻ ഓഫ് വെർനിയർ കോയിൻസൈഡ് വിത്ത് 12 mm ഓൺ മെയിൻ സ്കെയിൽ. സോ 12 mm ഡിവൈഡഡ് ബൈ 25 ആണ് വെർനിയറിൻ്റെ 1 വെർനിയർ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത്. സോ ദാറ്റ് മീൻസ് 12 ഡിവൈഡഡ് ബൈ 25 എന്ന് വെച്ചാൽ എത്ര വരും? 0.0. 25 എത്രയാ? 25 4 100. സോ ഇറ്റ് ഈസ് 20 200. സോ 25 ഓക്കെ 0.48. സോ ദാറ്റ് മീൻസ് 0.48 mm. ഓക്കെ, ഇത് സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് നമുക്ക് ഇതിനെയും കൂടെ സെൻറ്റിമീറ്ററിലേക്ക് ആക്കാം. 0.48 centimeters. ഇനി ലീസ്റ്റ് കൗണ്ട് വി നോ ദാറ്റ്. ലീസ്റ്റ് കൗണ്ട് എന്താണ്? 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ മൈനസ് 1 വെർനിയർ സ്കെയിൽ ഡിവിഷൻ. അപ്പോൾ ഇത് കുറയ്ക്കുമ്പോൾ എത്ര വരും? 0.05 മൈനസ് 0.048. 0.050 0.048. സോ 8 ഉം 2 ഉം 10 അത്രയല്ലേ ഉള്ളൂ? 0.002. പോയിൻറ്റ് എത്രയാണ് വരുന്നത്? 0.002 സെൻറ്റിമീറ്റേഴ്സ്. ഇതെല്ലാം നമ്മൾ സെൻറ്റിമീറ്ററിലാണ് കണ്ടിരിക്കുന്നത്. സോ ദെൻ ഇറ്റ് വിൽ ബി 0.002 സെൻറ്റിമീറ്റേഴ്സ്. ഓക്കെ, ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. സോ വെർനിയർ മെയിൻ സ്കെയിൽ ഡിവിഷൻ എത്രയുണ്ടെന്ന് നോക്കുക, മെയിൻ സ്കെയിലിൽ റീഡിംഗ് എത്രയാണെന്ന് നോക്കുക. ദാറ്റ് റീഡിംഗ് ഡിവൈഡ് ബൈ മെയിൻ സ്കെയിൽ ഡിവിഷൻസ് വി വിൽ ഗെറ്റ് ദ മെയിൻ സ്കെയിൽ 1 MSD കിട്ടും. 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ. അതുമാതിരി തന്നെ വെർനിയർ കോയിൻസൈഡ് ചെയ്യുന്ന മെയിൻ സ്കെയിലുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്ന പോയിന്റിൽ എത്ര ഡിവിഷൻസ് ഉണ്ടെന്ന് നോക്കുക. ദാറ്റ് ഡിവൈഡഡ് ബൈ ദാറ്റ് ഡിവിഷൻ വി വിൽ ഗെറ്റ് ദ വെർനിയർ സ്കെയിൽ റീഡിംഗ്. വെർനിയർ സ്കെയിൽ ഡിവിഷൻ മെയിൻ സ്കെയിൽ മൈനസ് വെർനിയർ സ്കെയിൽ വിൽ ഗെറ്റ് ദ ലീസ്റ്റ് കൗണ്ട്. ഓക്കെ, next question. The change in potential energy when a body of mass m is raised to a height n/r from the earth's surface. അപ്പോൾ നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ? ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഡെൽറ്റ യു ഈസ് വാട്ട്. എങ്ങനെ ആയിരിക്കുമ്പം ആദ്യം എർത്തിൻ്റെ മുകളിലൊരു ബോഡി ഉണ്ട്. സോ അന്നേരം അതിന് എന്തുണ്ട്? ഒരു എനർജി ഉണ്ട്. എഗെയിൻ ഈ ബോഡി എന്ത് ചെയ്തു? ഇവിടുന്ന് കുറച്ച് ഉള്ളിലേക്ക്. സോ ഹിയർ ദ റേഡിയസ് ഈസ് ആർ. ഇത് ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. സോ ദെൻ ദിസ് വൺ ഈസ് ആർ, ദിസ് വൺ ഈസ് എൻ ആർ. എർത്തിൻ്റെ സർഫസിൽ നിന്നാണ്. ദാറ്റ് യു നീഡ് ടു പോയിന്റ്. ഓക്കെ, അത് ശ്രദ്ധിക്കുക. ദാറ്റ് പോയിന്റ് യു നീഡ് ടു കൺസിഡർ. ദാറ്റ് എർത്ത് സർഫസിൽ നിന്നാണ് NR ഫ്രം ദ എർത്ത് സർഫസ്. ആദ്യം ഒരു ബോഡി ഇവിടെ ഉണ്ടായിരുന്നു. ലെറ്റ് ഇറ്റ് ബി ദ മാസ് M. ഇത് ക്യാപിറ്റൽ M ആണ്. ഈ ബോഡീനെ ഇവിടെ നിന്ന് ഇത്രയും ഹൈറ്റിലേക്ക് കൊണ്ടുപോയി കഴിയുമ്പോൾ വാട്ട് വിൽ ബി ദ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. സോ യു നോ ദാറ്റ് പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? GMM/R. That is the equation of potential energy. So first കേസിൽ what is the potential energy? അപ്പം U initial എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is G into MM/ just R radius തന്നെയുള്ളൂ. Then U final എന്ന് പറയുമ്പോൾ എന്തായി? ഇത് ഇവിടെ നിന്ന് ഇവിടെ വരെ എത്തി. സോ GMM/R പ്ലേസിൽ എന്ത് വരും? R plus NR വരും അല്ലേ? ഇതും കൂടെ കൂടും. സോ നമുക്ക് ഇതിനെ R കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ GMM/R into 1 plus N. ഓക്കെ, സോ നമുക്ക് അറിയേണ്ടത് എന്താ? ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. സോ U final മൈനസ് U initial. സോ U final മൈനസ് U initial തന്നെയല്ലേ? ഓക്കെ, സോ ദെൻ ലെറ്റ് ഇറ്റ് ബി GMM/R into 1 plus N മൈനസ് GMN/R. സോ ഇതിന് നമുക്ക് MM/R MM/R പുറത്തെടുക്കാം. ഇറ്റ് വിൽ കം ആസ് 1/1 plus N minus 1. സോ ഇത് നമുക്ക് മിനിമൈസ് ചെയ്ത് വരുമ്പം ഇറ്റ് വിൽ ബിക്കം GMM/R ഇൻറ്റു LCM എടുക്കാം 1 plus N. സോ ഹിയർ ഇറ്റ് ഈസ് 1 minus 1 plus N വരും. വാട്ട് വിൽ ബി ദ ആൻസർ? GMM/R ഇൻറ്റു 1 plus N ബോട്ടത്തിൽ വരും. 1 minus 1 minus N. സോ ഇറ്റ് വിൽ 1 ഉം 1 ക്യാൻസൽ ചെയ്ത് പോകും. സോ മൈനസ് GMM/R ആണ് ആൻസർ. സോ ആക്ച്വലി പൊട്ടൻഷ്യൽ എനർജി ഈസ് മൈനസ്, ദിസ് വൺ ഈസ് ഓൾസോ മൈനസ്. അതങ്ങനെ വരുമ്പോൾ മൈനസ് നമുക്ക് ക്യാൻസൽ ചെയ്ത് പോകാം. ലെറ്റ് ഇറ്റ് ബി. ആക്ച്വലി പൊട്ടൻഷ്യൽ എനർജി എന്ന് വെച്ചാൽ മൈനസ് GMM/R ആണ്. സോ അത് വെച്ച് വരുമ്പം ഇറ്റ് ബിക്കംസ് പൊട്ടൻഷ്യൽ. ഇത് മൈനസ് ആണ്, ഇത് ഇനിഷ്യൽ മൈനസ് ആകും. ഫൈനലി ഇസ് അഗെയിൻ മൈനസ്. സോ ഫൈനൽ മൈനസ് പ്ലസ് വരുമ്പം ഇറ്റ് വിൽ ബിക്കം മൈനസ്. ഇറ്റ് വിൽ ബിക്കം മൈനസ്
So it will become plus. So it will become plus. Ultimately it will become this one minus this one, this one. സോ അത് അത്ര ബോധം അല്ലെങ്കിൽ വി വിൽ ഗെറ്റ് ദ ആൻസർ, കാരണം ആൻസറിൽ മൈനസ് ഒന്നും ഇല്ലല്ലോ. സോ നമുക്ക് GMM/R ആണ്, പക്ഷേ അങ്ങനെ ഒരു ആൻസർ ഇല്ല. സോ നമ്മുടെ മറ്റേ ഇക്വേഷൻ നമുക്ക് എടുക്കാം. എന്താണ് ഇതിൻ്റെ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ്? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് ഈക്വൽ ടു mg ഈസ് ഈക്വൽ ടു എന്താണ്? GMM/R². നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ GMM/R² ആണ്. വെൻ ഇറ്റ് ഈസ് ഇൻ ദ സർഫസ് ഓഫ് ദ എർത്ത് ആകുമ്പോൾ അത് എർത്തിൻ്റെ സർഫസിലോ അല്ലെങ്കിൽ അതിന് കുറച്ച് മുകളിലാണെങ്കിൽ പോലും അവർ ഇത് രണ്ടും ക്യാൻസൽ ചെയ്യും. GMM/R², M ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ GR² ഈസ് ഈക്വൽ ടു GMM. സോ ദീസ് ടു തിങ്സ് വിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് നമ്മുടെ എന്ത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, ദാറ്റ് ഈസ് mg എന്ന് പറഞ്ഞാൽ അട്രാക്റ്റീവ് ഫോഴ്സ്. അതിന് ഒപ്പോസ് ചെയ്തിട്ടാണ് മറ്റേ ഫോഴ്സ് ഇങ്ങോട്ട് വരുന്നത്. So its weight is given here. Attractive force is opposite direction. So അതുകൊണ്ടാണ് നമ്മൾ രണ്ട് ഇക്വേറ്റ് ചെയ്തത്. That we have already studied in the gravitation chapter. അപ്പോൾ GR² is equal to GM. നമുക്ക് ആ GMനെ ഒന്ന് കൺവേർട്ട് ചെയ്യാം. So GM becomes എന്താണ്? സ്മോൾ GR². പിന്നെ ബാക്കിയുള്ളൊരു സ്മോൾ mm ഉണ്ട്. ഈ GMനെയാണ് നമ്മൾ മാറ്റിയത്. GM we have put it as GR²/m ഉണ്ട്. ബാക്കി R ഉണ്ട്. പിന്നെ ബാക്കി ഇവിടെ ഉണ്ടല്ലോ n/1 + n ഇവിടെ കിടപ്പുണ്ട് ഇതിൻ്റെ. സോ ഇറ്റ് ഈസ് ഇൻറ്റു n/1 + n. പിന്നെ ഈ ആറും ക്യാൻസൽ ചെയ്തു. സോ വി വിൽ ഗെറ്റ് mgr ഇൻറ്റു n/1 + n. സോ ദാറ്റ് ഈസ് ദ ആൻസർ. mgr ഇൻറ്റു n/1 + n. So mgr into n/1 + n is the right answer. So just remember this thing, put that thing minus potential energy is always minus GMM/R² GMM/R ആണ്. അത് വെച്ച് നമ്മൾ കൺസിഡർ ചെയ്യും. ഇനിഷ്യൽ ഫൈനൽ കിട്ടി. ഫൈനൽ മൈനസ് ഇനിഷ്യൽ ചെയ്ത് കഴിയുമ്പോൾ ദിസ് ബിക്കംസ് പ്ലസ്. അത് ചെയ്തെല്ലാം വരുമ്പോൾ വിൽ ഗെറ്റ് ദ ആൻസർ as like this. ഓക്കെ. സോ ദിസ് വൺ ഇവിടെ വരുമ്പം ദിസ് വൺ ബിക്കംസ് മൈനസ്. അത് പുറത്തേക്ക് വരുമ്പോഴത്തേക്കും അത് പ്ലസ് ആകും. So you get the answer as mgr into n/n + r. So just remember this equation, potential energy equation. നമ്മുടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ GMM/R² ആണ്. പൊട്ടൻഷ്യൽ എനർജി ഈസ് മൈനസ് GMM/R. ഓക്കെ. സോ ദിസ് വൺ ഇക്വേറ്റ് ചെയ്യാനൊക്കെ ഇതൊക്കെ നമ്മൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ യു ജസ്റ്റ് ആ കോൺസെപ്റ്റ് ഓർത്തിരുന്നാൽ പോലും നമുക്കത് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ ദിസ് ഈസ് ദ ആൻസർ ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A body starts from rest and moves with an acceleration, starts from rest and moves with an acceleration of 20 cm/s². Distance travelled by the body in 10 seconds. അപ്പോൾ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഇറ്റ്സ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ്, ദാറ്റ് മീൻസ് ഇനിഷ്യൽ വെലോസിറ്റി 0. മൂവ്സ് വിത്ത് ആൻ ആക്സലറേഷൻ ഈസ് 20 സെൻറ്റിമീറ്ററിലാണ് തന്നേക്കുന്നത്. ലെറ്റ് ഇറ്റ് ബി ദാറ്റ്, കാരണം ഓപ്ഷനിലല്ല സെൻറ്റിമീറ്ററിലാണ്. അപ്പോൾ അത് മാറ്റാൻ നിൽക്കേണ്ട. 20 cm/s². ടൈം എന്ന് പറയുന്നത് 10 seconds ആണ്. സോ വി നോ ദ ഇക്വേഷൻ. വാട്ട് ഈസ് ദ ഇക്വേഷൻ? S is equal to ut plus half at². ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് തിങ്. ഡിസ്റ്റൻസ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഡയറക്റ്റ് ആപ്ലിക്കേഷൻ. u is 0, so that means this term is 0. So half into acceleration is 20 into time is 10 into 10. So this also become 10. That means 1000. 1000 centimeters is the distance traveled by this body. So 1000. Option C is the right answer. So very simple question.